ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യം മുതൽ 11-ാം വാക്യം വരെ നമുക്ക് വായിക്കാം. സ്മുർണയിലെ സഭയുടെ ദൂതനെ എഴുതുക. മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും തങ്ങൾ യഹൂദരെന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. ദൈവത്തിന് സ്തോത്രം.
ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്കുള്ള ദൂതാണ് നാം ഈ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലുമായി മനസ്സിലാക്കുന്നത്, കേൾക്കുന്നത്. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ ഈ ദൂതുകൾ ഓരോന്നും ഇന്ന് ജീവിക്കുന്ന നമുക്കും പ്രസക്തമാണ്, നമുക്കും സംഗതമാണ് എന്ന് നാം മനസ്സിലാക്കുമെങ്കിൽ വിലപ്പെട്ട ചില അനുഭവങ്ങൾ നമുക്ക് ലഭിക്കും. അന്ന് 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസിൽ തടവുപുള്ളിയായി കിടക്കുമ്പോൾ അന്ന് സ്വർഗീയ ദർശനങ്ങളെ കണ്ടു. ആത്മാവിൻ്റെ വിവശതയിൽ സ്വർഗീയ ദർശനങ്ങളെ കണ്ടു. നിത്യനായ ക്രിസ്തുവിൻ്റെ തേജസ്സേറിയ മഹത്വം ദർശിച്ചു. ക്രിസ്തുവിൻ്റെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുള്ളതായ ശബ്ദം കേട്ടു. ആ ശബ്ദം ഇപ്പോൾ ഉള്ളതും ഇതിനു മുമ്പ് കഴിഞ്ഞതും ഇനി വരുവാനിരിക്കുന്നതും, അങ്ങനെ വർത്തമാനകാലം, ഭൂതകാലം, ഭാവി കാലം എന്നിവ സംബന്ധിച്ചുള്ള ചില വ്യക്തമായ അരുളപ്പാടുകളാണ് യോഹന്നാൻ ശ്ലീഹായ്ക്ക് നൽകിയത്. അപ്പോസ്തലനോട് ആ ദിവ്യ ദർശനങ്ങൾ കണ്ടപ്പോൾ അപ്പോസ്തലൻ ഭയപ്പെടുകയും പരിഭ്രമിക്കുകയും അമ്പരക്കുകയും ചെയ്തു, അത്ഭുതപ്പെടുകയും ചെയ്തു. കാരണം നിത്യനായ ദൈവം എല്ലാം കാണുന്നുവെന്ന്, എല്ലാം അറിയുന്നുവെന്ന്, ദൈവത്തിനൊന്നും മറഞ്ഞിരിക്കുന്നില്ല എന്ന്, ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ളതായ കാര്യങ്ങളൊക്കെയും ദൈവം കാണുകയും അറിയുകയും ചെയ്യുന്നു എന്നുള്ളതായ ഒരു വലിയൊരു സത്യം നേരിട്ട് അപ്പോസ്തലന് മനസ്സിലായി. ഓരോ സഭകളെക്കുറിച്ചുള്ളതായ ദൂതിൽ വ്യക്തിപരമായി ഇന്ന് ജീവിക്കുന്ന നമുക്കും സന്ദേശമുണ്ട്, ദൈവത്തിൻ്റെ ദൂതുണ്ട് എന്നുള്ളത് നാം മറന്നുകൂടാ. ദൈവത്തിന് സ്തോത്രം. എഫേസോസിലെ ഒരു സഭയുണ്ട്, ആ സഭയ്ക്കുള്ള ദൂതാണ് 1-ാമത്തേത്. സ്മുർന്നയിലൊരു സഭയുണ്ട്, ആ സഭയ്ക്കുള്ള ദൂതാണ് 2-ാമത്തേത്. പെർഗമോസിലൊരു സഭയുണ്ട്, ആ സഭയ്ക്കുള്ള ദൂതാണ് 3-ാമത്തേത്. തുയഥൈരയിലൊരു സഭയുണ്ട്, ആ സഭയ്ക്കുള്ള ദൂതാണ് 4-ാമത്തേത്. സർദീസിലൊരു സഭയുണ്ട്, അതിനുള്ള ദൂതാണ് 5-ാമത്തേത്. ഫിലഡൽഫിയയിലൊരു സഭയുണ്ട്, അതിനുള്ള ദൂത് 6-ാമത്തേത്. ഒടുവിൽ 7-ാമത്തെ ദൂത് ലവോദിക്ക സഭയ്ക്കുള്ളതാണ്. ഓരോ ദൂതിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഓരോരുത്തരെയും കാണുന്നത് എന്ന് വ്യക്തമായ സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്നും ദൈവം നമ്മെ കാണുന്നുണ്ട്, നമ്മെ അറിയുന്നുണ്ട്, നമ്മുടെ അവസ്ഥ കർത്താവ് കാണുന്നുണ്ട്. ഇന്നത്തെ സ്ഥിതിയിൽ നാം കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ ചെല്ലുമോ എന്ന കാര്യം കർത്താവ് ഒരു ഭയനിർദ്ദേശമായി നമുക്ക് തരുന്നുണ്ട്. അതൊരു വാണിംഗാണ്, അതൊരു മുന്നറിയിപ്പാണ്. ഇന്നത്തെ ആത്മീയ നിലവാരത്തിൽ നാം നിന്നാൽ, ഇന്നത്തെ മനോഭാവത്തിൽ നാം നിന്നാൽ നാം ദൈവരാജ്യത്തിൽ ചെല്ലുകയില്ല എന്നുള്ള വലിയൊരു സത്യം ഈ ദൂതുകളിൽ കൂടി നമുക്കും വ്യക്തമായി നമ്മുടെ അനുഭവമാക്കി മാറ്റാവുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. എഫേസോസിലെ സഭയ്ക്കുള്ള ദൂതിൽ അന്നത്തെ ആത്മനിർഭര സഭയായിരുന്നെങ്കിലും ആ സഭയിൽ ഇന്ന് വിളക്ക് കെട്ടുപോയിരിക്കുന്നതാണ് കർത്താവ് പറയുന്നത്. വിളക്കുണ്ടായിരുന്നു, വിളക്ക് കത്തുന്നുണ്ടായിരുന്നു, പക്ഷേ വിളക്ക് കെട്ടുപോയി എന്നാണ് പറയുന്നത്. സ്മരണയിലെ സഭയ്ക്കുള്ള ദൂതിൽ കർത്താവ് പറയുന്നത്, നീ കൈപ്പേറിയ അനുഭവങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത്. സ്മരണ എന്ന വാക്കിൻ്റെ അർത്ഥം കയ്പെന്നാണ്. കൈപ്പേറിയ അനുഭവങ്ങൾ കൂടി നീ കടന്നു പോകുന്നു. ആ കാലയളവിൽ കഠിനമായ പീഡകൾ സഭ സഹിക്കേണ്ടി വന്നു, കഠിനമായ യാതനകൾ, സമൂഹത്തിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നെല്ലാം എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. വിശ്വാസികളെന്ന് പറയുന്നവരെ ഏറ്റവും ഹീനമായി, ഏറ്റവും യാതനാഭരിതമായ അനുഭവങ്ങളിലൂടെ നയിച്ചു കൊണ്ടുപോവുകയും അവരെ കൊല്ലുകയും ചെയ്തു. അന്നത്തെ ഒരു പരിശുദ്ധനായിരുന്ന പോളികാർപ്പ് എന്ന ഒരു ദൈവദാസനെ AD 155 ആണ്ടിൽ തീയിലേക്ക് എടുത്തിട്ടു. തീയിൽ വെന്ത്, തീയിൽ കരിഞ്ഞ് ആ ജഡശരീരം അവിടെ തീർന്നു. ആത്മാവോ നിത്യതയിലേക്ക് പറന്നുപോയി. കഠിനമായ ശോധനയുടെ നാളുകളായിരുന്നു, വലിയ പീഡകളുള്ള കാലങ്ങളായിരുന്നു, വലിയ കഷ്ടതകളിൽ കൂടിയാണ് അന്ന് സഭ കടന്നുപോയിക്കൊണ്ടിരുന്നത്, സ്മരണയിലെ സഭ. അതിനെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹായ്ക്ക് കർത്താവ് കൊടുത്ത ദൂത്, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട എന്നാണ്. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങൾ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. പിശാച് ചിലരെ ബന്ധനസ്ഥരാക്കാൻ പോവുകയാണ്, തടവിലാക്കാൻ പോവുകയാണ്. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് ചിലരെ തടവിലാക്കുവാൻ പോകുന്നു, നിങ്ങൾ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും.
സ്മുർദയിലെ ആ സഭയ്ക്ക് ഒരു നിശ്ചിത കാലയളവിലേക്ക് പീഡയും ദുരിതവും നേരിടേണ്ടി വരും. കഷ്ടതരമായ അനുഭവങ്ങളിലൂടെ അവർ കടന്നു പോകേണ്ടി വരും, ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രം. എന്നാൽ ആ കഷ്ടതയുടെ നാളുകളിൽ നിങ്ങൾ മരണം വരെയും മരിക്കേണ്ടി വന്നാലും നിങ്ങൾ വിശ്വസ്തയോടെ നിന്നാൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. എന്താണ് പ്രതിഫലം? ജീവകിരീടം നിങ്ങൾക്ക് ലഭിക്കും. ജീവകിരീടം നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട്. താലന്തുകളുടെ ഉപമയിൽ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, 5 താലന്ത് ലഭിച്ചവൻ 5 താലന്ത് കൂടെ കൊണ്ടുവന്നു. കർത്താവ് കണക്ക് തീർത്തപ്പോൾ കർത്താവ് പ്രസാദിച്ചു. 10 താലന്താണ് കൊണ്ടുവന്നത്. 5 താലന്താണ് കൊടുത്തിരുന്നുള്ളൂ, പക്ഷേ ഇരട്ടിച്ച് കൊണ്ടുവന്നു. 2 താലന്ത് ലഭിച്ചവൻ 2 കൂടെ കൊണ്ടുവന്നു. അവൻ കിട്ടിയതിൻ്റെ ഇരട്ടിച്ചു. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ അതിലൊന്നും വ്യാപാരം ചെയ്തില്ല, അവൻ ലാഭം ഉണ്ടാക്കിയില്ല, അവനത് പ്രവർത്തനക്ഷമമാക്കിയില്ല. ഫലമോ അവൻ കിട്ടിയത് അതേപടി തിരികെ കൊണ്ടുവന്നു. കർത്താവ് പറഞ്ഞു, ദുഷ്ടദാസനെ എന്ന്. കിട്ടിയ താലന്ത് അവൻ നഷ്ടപ്പെടുത്തിയില്ല, അത് അതേപടി തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ കർത്താവ് അവൻ വിളിക്കുന്ന ദുഷ്ടദാസനെ എന്നാണ്. കിട്ടിയ താലന്ത് അവൻ ഒളിച്ചു വെച്ചു. എന്നാൽ 5 താലന്ത് ലഭിച്ചവൻ 5 കൂടെ കൊണ്ടുവന്നു. അവൻ പറഞ്ഞു, നല്ലവനും വിശ്വസ്തനായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അധികത്തിന് ഞാൻ നിന്നെ വിചാരകനാക്കുമെന്ന്. 2 താലന്ത് ലഭിച്ചവൻ 2 താലന്ത് കൂടെ കൊണ്ടുവന്നു. അവൻ വ്യാപാരം ചെയ്തു, ലാഭമുണ്ടാക്കി കൊണ്ടുവന്നു. കർത്താവ് പറഞ്ഞു, നല്ലവനും വിശ്വസ്തനായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അധികത്തിന് ഞാൻ നിന്നെ വിചാരകനാക്കുമെന്ന്. ഇവർ 5 താലന്ത് ലഭിച്ചവനും 2 താലന്ത് ലഭിച്ചവനും ലഭിച്ചതിൽ വിശ്വസ്തരായിരുന്നു. വലിയ ആത്മീയമായ അർത്ഥം നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി അത് ചിന്തിക്കാവുന്നതാണ്. നമുക്ക് ലഭിച്ചതിൽ വിശ്വസ്തരാണോ? കണക്ക് തീർക്കുന്ന ഒരു നാൾ വരും, കണക്ക് തീർക്കുന്നൊരു ദിവസം. കണക്ക് തീർക്കുന്ന നാളിൽ നാം ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളപ്പെടുമോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം കർത്താവ് പറഞ്ഞു, ഈ ദുഷ്ടദാസനെ കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ. പല നാളുകൾക്ക് ശേഷം യജമാനൻ വന്നവരുമായി കണക്ക് തീർത്തപ്പോൾ 2 പേര് വിശ്വസ്തരായിരുന്നു, ഒരാൾ ദുഷ്ടദാസനായിപ്പോയി, അവൻ വിശ്വസ്തനല്ലായിരുന്നു, ലഭിച്ചതിൽ വിശ്വസ്തനല്ല. നാം ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വസ്തരാണോ? നമുക്ക് ലഭിച്ചതിൽ, നമുക്ക് ലഭിച്ച വചനത്തിൽ, നമുക്ക് ലഭിച്ച ശാസനകളിൽ, നമുക്ക് ലഭിച്ച ശിക്ഷണങ്ങളിൽ, നമുക്ക് ലഭിച്ച ഉപദേശത്തിൽ, നമുക്ക് കർത്താവ് തന്നതായ അനുഗ്രഹമായ സാഹചര്യങ്ങളിൽ നാം വിശ്വസ്തരാണോ? ഒന്ന് ഓർത്ത് നോക്കിയാൽ നമുക്ക് പല പല കാര്യങ്ങൾ കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ അനേകം അനുഗ്രഹങ്ങൾ കർത്താവ് തന്നത്. പലപ്പോഴും നാം നിരാശയോടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ കേടുകളും കെടുതികളും ഓർത്ത് നിരാശപ്പെട്ട് നിരാശയോടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് പലതിലും നമുക്ക് പരാതികളുണ്ട്, പരിഭവങ്ങളുണ്ട്. എങ്കിലും ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ലല്ലോ, ദൈവം എന്നെ സഹായിച്ചില്ലല്ലോ എന്നുള്ള പരാതികളും ദൈവത്തോട് പരിഭവവും നമുക്കുണ്ട്. എന്നാൽ ലഭിച്ചതെന്തുണ്ട്? അതിൽ നാം വിശ്വസ്തരാണോ? 5 താലന്ത് ലഭിച്ചവൻ 5-ൽ വിശ്വസ്തനായിരുന്നു, 5 കൂടി ഉണ്ടാക്കി. 2 താലന്ത് ലഭിച്ചവൻ 2-ൽ വിശ്വസ്തനായിരുന്നു, അവൻ 2 കൂടി ഉണ്ടാക്കി. അതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, വളരെ നാളുകൾക്ക് ശേഷം യജമാനൻ തിരികെ വന്നു, കണക്ക് തീർത്തു. 25-ാം അധ്യായത്തിൻ്റെ 2nd പാരഗ്രാഫ് വായിക്കുമ്പോൾ തുടങ്ങുന്നത് അങ്ങനെയാണ്. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. അതാണ് ഈ താലന്ത്. ദൈവത്തിൻ്റെ സമ്പത്താണ് ഏൽപ്പിച്ചത്. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തു. യാത്ര പുറപ്പെട്ടു. ഓരോരുത്തൻ്റെയും പ്രാപ്തി എന്തായെന്ന് ഉടമസ്ഥനറിയാം, സൃഷ്ടാവിനറിയാം ഓരോരുത്തർക്ക് എന്ത് പ്രാപ്തി ഉണ്ടായെന്ന്. പ്രാപ്തി പോലെയാണ് താലന്ത് കൊടുത്തത്. ആഗ്രഹിച്ചതുപോലെയല്ല, അവർ നിരൂപിച്ചതുപോലെയല്ല. അവരുടെ പ്രാപ്തി കർത്താവ് കണ്ട് അതനുസരിച്ച് യജമാനൻ അവരുടെ പ്രാപ്തി പോലെ അവർക്ക് താലന്തുകൾ വിഭജിച്ചു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി, വളരെ ദ്രുതഗതിയിൽ പോയി. കാരണം വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കുകയാണ് വേണ്ടത്. അവൻ വിശ്വസ്തനായിരുന്നു. ഉടനെ പോയി, വളരെ തെറുക്കപ്പെട്ടവൻ പോയി വ്യാപാരം ചെയ്ത് ലാഭം ഉണ്ടാക്കി. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. അങ്ങനെ തന്നെ തിടുക്കത്തോടെ 2 താലന്ത് ലഭിച്ചവന് ഓടി അവൻ വേറെ 2 താലന്ത് കൂടെ നേടി. 1 ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാന്റെ ദ്രവ്യം മറച്ചു വെച്ചു. ഒരു കുഴി കുഴിച്ച്, 1 താലന്ത് ലഭിച്ചവൻ ഒരു കുഴി കുഴിച്ച് അതിൽ യജമാന്റെ ദ്രവ്യം മറച്ചു വെച്ചു, പുറമേ കാണിച്ചില്ല.
ഈ കിട്ടിയതിനെ പുറമേ കാണിച്ചില്ല. ഈ കിട്ടിയ താലന്ത് അത് എനിക്ക് നല്ലതുപോലെ കിട്ടിയില്ലല്ലോ, മറ്റുള്ളവർ കൊടുത്തുപോലും എനിക്ക് തന്നില്ലല്ലോ എന്നുള്ളത് കൊണ്ടുള്ള നിരാശയും യജമാനോടുള്ള പരിഭവവും എല്ലാമായി അവനത് ഒളിച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. ഗൗരവമുള്ള കാര്യം, വളരെ കാലം കഴിഞ്ഞ ശേഷം ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. അക്കൗണ്ട് നോക്കുന്നൊരു ദിവസമുണ്ട്, നമ്മുടെ കണക്ക് നോക്കുന്നൊരു ദിവസമുണ്ട്. വളരെ നാൾ കഴിഞ്ഞ ശേഷം ഈ താലന്തുകളുടെ ഉടയവൻ തിരികെ വരും, യജമാനൻ തിരികെ വരും. അവരുമായി കണക്ക് തീർത്തു. ദൈവത്തിന് സ്തോത്രം. കണക്ക് തീർക്കുമ്പോൾ എന്താണ് സംഭവിച്ചത്? 5 താലന്ത് ലഭിച്ച 5 കൂടി കൊണ്ടുവന്നു. അവനോട് കർത്താവ് വളരെ മനോഹരമായ സാക്ഷ്യമായി അവനോട് പറഞ്ഞു, കൊള്ളാം, നല്ലത്, നിൻ്റെ ജീവിത സാക്ഷ്യം ഏറ്റവും ശ്രേഷ്ഠം, നീ 5 താലന്ത് കൂടെ നേടിയല്ലോ, 10 താലന്ത് നേടി കൊണ്ടുവന്നെങ്കിലും അത് കർത്താവ് എടുക്കുകയല്ല ചെയ്ത്, അവന് തന്നെ തിരികെ കൊടുക്കുകയാണ് ചെയ്തത്. 2 താലന്ത് ലഭിച്ചവൻ 2 താലന്ത് കൊണ്ടുവന്നു. അവനോട് നല്ലത്, നല്ല ദാസനെ എന്ന് പറഞ്ഞു, വിശ്വസ്തനായ ദാസനെ എന്ന് പറഞ്ഞു. അവനും അനുഗ്രഹിച്ച് ആ 2 താലന്ത് അവന് തന്നെ കൊടുത്തു. അങ്ങനെ 4 താലന്ത് അവനായി. 1 താലന്ത് ലഭിച്ചവൻ വന്നു. അവൻ പറഞ്ഞു, യജമാനെ കുറ്റപ്പെടുത്തുകയാണ്, എനിക്ക് നീ 1 തന്നുള്ളൂ, മറ്റുള്ളവരെ പോലെ നീ എന്നെ സഹായിച്ചില്ലല്ലോ, എന്നെ സ്നേഹിച്ചില്ലല്ലോ. ഒരാൾക്ക് 5 കൊടുത്തു, വേറൊരാൾക്ക് 2 കൊടുത്തു, എനിക്ക് 1 തന്നുള്ളൂ. എനിക്ക് മനസ്സിലായി നീ ഒരു കഠിന ഹൃദയനാണെന്ന്. അതുകൊണ്ട് നീ എന്നെ ശിക്ഷിക്കാതിരിക്കാൻ ഞാനൊരു കാര്യം ചെയ്തു, ആ താലന്ത് ഞാൻ ഒളിച്ചു വെച്ചു, നിൻ്റെ ഇത് എടുത്തുകൊള്ളുക. അവന് നല്ല പരിഭവമുണ്ട്, അവന് നല്ല നീരസമുണ്ട്, തന്നവനോട് അവന് നല്ല ഇഷ്ടക്കുറവുണ്ട്, ആ മുഷിച്ചിലുണ്ട്. അതെല്ലാം വാക്കുകളിൽ നമുക്ക് കാണാം, വാക്കുകൾ നിഴലിച്ച് കാണാം. ദൈവത്തിന് സ്തോത്രം. വിശ്വസ്തതയ്ക്ക് പ്രതിഫലമുണ്ട്. വിശ്വസ്തത നമ്മളെ ഓരോരുത്തരെയും ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കൾ കർത്താവ് തന്ന ദാനമാണ്. അത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യണവരെ, വിശ്വസ്തയോടെ നമ്മുടെ മക്കളെ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് നടത്തണം, അവരെ ദൈവിക ആലോചനയിൽ നടത്തണം. നമ്മുടെ മക്കൾക്ക് ആവശ്യമുള്ള ഉപദേശം കൊടുക്കണം, അവർക്ക് സ്നേഹം കൊടുക്കണം, ചിലപ്പോൾ അവർക്ക് ശാസന കൊടുക്കണം, ചിലപ്പോൾ അവർക്ക് ശിക്ഷണം കൊടുക്കണം. എല്ലാം ദൈവത്തോട് നിൽക്കുന്നൊരു ദൈവദാസന് അല്ലെങ്കിൽ ദൈവദാസിക്ക് സാധിക്കുന്ന കാര്യമാണ്. നമ്മുടെ മക്കളെ നേർവഴിയിൽ നിന്ന് നടത്തണം. അവരൊരിക്കലും വഴിതെറ്റി പോകാനിട വരരുത്. നാം വിശ്വസ്തരായിരിക്കണം. മക്കൾ തന്നു, ഒരു നല്ല കുടുംബജീവിതം തന്നു, സ്നേഹമുള്ള ഭാര്യയെ തന്നു, അല്ലെങ്കിൽ സ്നേഹമുള്ള ഭർത്താവിനെ തന്നു, ഒരു നല്ല കുടുംബജീവിതം, ഐശ്വര്യകരമായൊരു കുടുംബജീവിതം. ദൈവം തന്ന ഒരു താലന്താണ്, ദൈവം തന്ന ഒരു ദാനമാണ്. ആ കുടുംബജീവിതം ദൈവത്തിന് പ്രസാദകരമായി നാം നമ്മുടെ ജീവിതത്തിൽ അത് വിനിയോഗിക്കണം, പ്രസാദകരമായി ചെലവഴിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു വിദ്യാഭ്യാസം തന്നു. ചിലർക്ക് കുറച്ചേ ഉള്ളൂ, ചിലർക്ക് കൂടുതലുണ്ട്. ഓരോരുത്തരും അവരവർക്ക് കിട്ടിയതിനത്തോളം വിശ്വസ്തരായിരിക്കണം. നമുക്കൊരു ജോലി തന്നു, ഒരു തൊഴിൽ തന്നു, നമുക്ക് ഉപജീവനത്തിന് ഒരു വരുമാന മാർഗം തന്നു. വിശ്വസ്തരായിരിക്കണം. എനിക്ക് ലഭിക്കുന്ന ശമ്പളത്തിൽ ഞാൻ സ്വന്തമായിട്ടൊരു കാര്യം ചെലവഴിക്കാൻ പാടില്ല. സ്വന്തം തീരുമാനപ്രകാരം ലക്ഷറീസ് ആകാൻ പാടില്ല, വളരെ ധാരാളിത്തത്തോട് ചെലവഴിക്കാൻ പാടില്ല, സുഖലോലുപതയിൽ കഴിയാൻ പാടില്ല. കാരണം ഇത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഈ സ്വത്ത് എനിക്ക് അത് കൈകാര്യം ചെയ്യാൻ തന്നിരിക്കുന്നത് എന്നെ വിശ്വസ്തയോടെ എൻ്റെ യജമാനെ ഏൽപ്പിച്ചതാണ്. സ്വത്ത് എൻ്റെ എല്ലാം കർത്താവേ യേശുവിൻ്റെയാണ്. ഇത് ഞാൻ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? എനിക്ക് കിട്ടിയ സമ്പത്ത്, എനിക്ക് കിട്ടിയ ശമ്പളം, എനിക്ക് കിട്ടിയ വരുമാന മാർഗ്ഗങ്ങൾ, അത് ദൈവം തന്ന ദാനമാണ്. അതിൻ്റെ ഉടമസ്ഥത എനിക്കല്ല, ഉടമസ്ഥത യേശുവിനാണ്. അങ്ങനെ ഒരു സമർപ്പണം വേണ്ടത്. ഉടമസ്ഥത യേശുവിനാണ്. ഈ യേശുവിൻ്റേത് ഞാൻ കൈകാര്യം ചെയ്യുന്നു മാത്രം. എന്നെ അത് കൈകാര്യം ചെയ്യാൻ കർത്താവ് പരമേൽപ്പിച്ചു. എനിക്കൊരു ജോലി തന്നു, കർത്താവ് ഒരു ഉദ്യോഗം തന്നു, ദൈവത്തിൻ്റെ ധനം കൈകാര്യം ചെയ്യാനുള്ള ഒരു ജോലി എനിക്ക് തന്നു. ഇതാണ് നമ്മുടെ കാഴ്ചപ്പാടാകേണ്ടത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ചിന്തിക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം. നമുക്ക് കിട്ടിയ ജോലിയിൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം, അതിൽ കിട്ടുന്ന അഭിമാനകരമായ നേട്ടങ്ങൾ എല്ലാം ദൈവത്തിൻ്റേതാണ്, എൻ്റേതല്ല. ഓരോന്നോരോന്നും നാം ചിന്തിക്കണം. ഇഷ്ടപ്രകാരം എനിക്ക് അത് ധാരാളിത്തമായി ചെലവഴിക്കാൻ പാടില്ല. എന്നാൽ ദൈവത്തിൻ്റെ കാര്യം വരുമ്പോൾ എനിക്ക് പിശുക്ക് കാണിക്കാനും പാടില്ല. എല്ലാം ദൈവികമാണ്, ദൈവത്തിൻ്റേതാണ്. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെ മാനേജേഴ്സാണ്. സമ്പത്ത് മാനേജ് ചെയ്യേണ്ടവരാണ്. നാം ഒരു സ്ഥാപനത്തിൻ്റെ മാനേജറായിരുന്നാൽ സ്ഥാപനം നമ്മുടെ അല്ല, സ്ഥാപനത്തിന് ഉടമ വേറെയാണ്. ആ ഉടമയോടുള്ളതായ വിശ്വസ്തത നമുക്ക് ആവശ്യമാണ്. ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനോട് നമുക്ക് വിശ്വസ്തത വേണം. കർത്താവായ യേശു ക്രിസ്തുവാണ് സകലത്തിൻ്റെ ഉടമസ്ഥൻ. ദൈവത്തിന് സ്തോത്രം. ദൈവം തന്നില്ലെങ്കിൽ നിനക്ക് അങ്ങനെ ഉദ്യോഗം കിട്ടും, ദൈവം തന്നില്ലെങ്കിൽ നിനക്ക് വിദ്യാഭ്യാസം കിട്ടും, ദൈവം തന്നില്ലെങ്കിൽ നിനക്ക് ആരോഗ്യം കിട്ടും. നിനക്ക് ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, ഐശ്വര്യമുണ്ട്,
നിനക്കിന്നൊരു തറവാടുത്തമുണ്ട്, അഭിമാനകരമായ നല്ലൊരു സാഹചര്യമുണ്ട്, നല്ലത്. എന്നാൽ ഇതെല്ലാം ദൈവം തന്നതാണെന്ന് ഓർത്തുകൊള്ളണം. തന്നതല്ലാതെ ഇല്ല എനിക്ക് ഒന്നും എന്നെ യേശു. കർത്താവേ, നീ തന്നല്ലാതെ എനിക്കൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. പാട്ടുകാരൻ പാടി, നമുക്ക് ചേർന്ന് പാടാം. തന്നതല്ലാതെ ഒന്നുമില്ലീശോ തന്നിടുന്നെന്നെയുമേ, കുശവൻ കയ്യിൽ കളിമൺ പോൽ തന്നതല്ലാതെ ഒന്നുമില്ലീശോ തന്നിടുന്നെന്നെയുമേ, കുശവൻ കയ്യിൽ കളിമൺ പോൽ. തിരുഹിതമിതുപോലതുപോലെ തിരുഹിതമിതുപോലതുപോലെ രൂപപ്പെടുത്തണമെന്നെയുമേ, സഹിപ്പതിനുള്ളൊരു കൃപമതിയേ, സഹിപ്പതിനുള്ളൊരു കൃപമതിയേ. എടുത്തെന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവനിൻ കരുണയിതേ, യോഗ്യത ലേശവുമില്ലാതെ. എടുത്തെന്നെ തിരുഹിതം ചെയ്യുവാൻ ദേവനിൻ കരുണയിതേ, യോഗ്യത ലേശവുമില്ലാതെ. സ്തോത്രം. ദൈവം തന്നതേ ഉള്ളൂ നമുക്ക്. എന്നാൽ ദൈവം തരാൻ ആഗ്രഹിക്കാത്തതും തരാത്തതും നാം ആരുടെങ്കിലും വാങ്ങിയാൽ നാം കുറ്റക്കാരാകും. ദൈവം എനിക്ക് തരാൻ ആഗ്രഹിക്കാത്തത്, ദൈവം തരാത്തത്, ആരെങ്കിലും മനുഷ്യനെനിക്ക് തന്നത് ഞാൻ സ്വീകരിച്ചാൽ ഞാൻ കുറ്റവാളിയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ വരവും ചെലവും നാം സൂക്ഷിക്കണം. നമ്മുടെ കയ്യിൽ വരുന്ന പൈസയിൽ ഒരു പൈസ പോലും ദൈവം പ്രസാദിക്കാത്തതുണ്ടായിരിക്കരുത്. മോഷ്ടിച്ചെടുക്കരുത്. വേറെ ആരുടെയും കവർച്ച ചെയ്തെടുക്കരുത്. നിങ്ങൾ ആരുടെയും വസ്തുവകളോ സാധനങ്ങളോ പൈസയോ ഒന്നും നിങ്ങൾ മോഷ്ടിക്കരുത്. ദോഷമാണ്. നമുക്ക് നമ്മുടെ മക്കൾക്കും ദോഷമാണ്, തലമുറകൾക്ക് ദോഷമാണ്. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങളിലേക്ക് നിന്ന് നയിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളെ നയിക്കും. ദൈവം തരാത്തതൊന്നും നമ്മുടെ കയ്യിൽ വരരുത്. സൂക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവം നമുക്ക് നമ്മെ വിശ്വസിച്ച് പരമേൽപ്പിക്കുന്നതായ കാര്യങ്ങളിൽ അത് വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യണം. എനിക്ക് തോന്നിയതുപോലെ ചെലവഴിക്കാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. വിശ്വസ്തത വേണം. വിശ്വസ്തനായിട്ടുള്ളവനെ ദൈവം വിളിക്കുന്നത് നല്ലവൻ വിശ്വസ്തനായ ദാസനെ എന്നാണ്. എന്നാൽ താലന്ത് മറച്ചു വെച്ച ആ ദാസനെ കർത്താവ് വിളിക്കുന്നത് ദുഷ്ടദാസനെ എന്നാണ്. പ്രയോജനമില്ലാത്ത ദാസൻ എന്നാണ്. ദുഷ്ടദാസനെ എന്ന്, പ്രയോജനമില്ലാത്ത ദാസൻ. പ്രിയപ്പെട്ടവരെ, ഒരു നാൾ കണക്ക് തീർക്കുന്ന ഒരു നാളുണ്ട്. ഒരു നാളിൽ നാം കണക്ക് തീർക്കുന്നതിന് ഏകാധിപതിയുടെ മുമ്പിൽ നിന്ന് നിൽക്കേണ്ടി വരും. നിങ്ങളാരും സംശയിക്കേണ്ട. ഒരു ദിവസം നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും നാം എല്ലാവരും ഒരുപോലെ ആബാലവൃദ്ധം സകലമാന മനുഷ്യരും നിത്യനായ ദൈവത്തിൻ്റെ മുൻപാകെ നിൽക്കുന്ന ഒരു ദിവസമുണ്ട്, ന്യായവിധി ദിവസം. പാപികളോട് കരുണയുന്നതിനായ കർത്താവേ, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നുണ്ട്. ന്യായവിധി ദിവസത്തിൽ ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ അകൃത്യങ്ങൾ കണക്കിടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതെല്ലാം പ്രാർത്ഥിക്കാൻ പിതാക്കന്മാർ പ്രചരിപ്പിച്ച പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കുറ്റവാളിയായി ദൈവസന്നിധിയിൽ ചെല്ലുവാനിട വരരുത്. കുറ്റമുണ്ടല്ലോ, അതിനെന്താ ചെയ്യേണ്ടത്? വളരെ ലളിതമാണ്, വളരെ ലളിതം. വന്നുപോയ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. എല്ലാം ഒന്നുവിടാതെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവം നമ്മെ സംരക്ഷിക്കുന്നുണ്ട്, ദൈവം നമ്മെ പരിപാലിക്കുന്നുണ്ട്. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ അരുമ സന്താനങ്ങളാണ്, നാം പ്രിയ മക്കളാണ്. സ്തോത്രം. എന്തൊരു പദവിയാണെന്നോ. നാം വിശ്വസ്തരായിരിക്കണം, ലഭിച്ചതിൽ വിശ്വസ്തരായിരിക്കണം. നമുക്കൊരു കൊച്ചു കുടുംബം തന്നിട്ടുണ്ട്, ആ കുടുംബത്തിൽ നാം വിശ്വസ്തരായിരിക്കണം. നാം ഒരു സ്റ്റുഡൻ്റാണോ, ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ നാം വിശ്വസ്തരായിരിക്കണം. നാം ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്നവനാണോ, ആ ജോലിക്കാരൻ എന്ന നിലയിൽ നാം വിശ്വസ്തനായിരിക്കണം. നാം പറമ്പിൽ പണിയെടുക്കുന്നതിനാണോ, നാം ആ ജോലിയിൽ വിശ്വസ്തനായിരിക്കണം. ഓർക്കുക, ജീവിതത്തിൽ വിശ്വസ്തത കൂടിയേ കഴിയൂ. അവൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നതിനാണെന്ന് മനുഷ്യർക്ക് തോന്നണം, ദൈവവും പറയണം അവൻ വിശ്വസ്തനാണ്.
ഇന്ന് അനേകം പേര് വിശ്വസ്തരല്ല. മനുഷ്യർക്കും വിശ്വസ്തരല്ല, ദൈവത്തിനും വിശ്വസ്തരല്ല. അനേകർ വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്നില്ല. ദൈവത്തോട് വാക്ക് പറഞ്ഞില്ലേ, നിങ്ങൾ വല്ലതും വാക്ക് പറഞ്ഞില്ലേ, ഇനി കോപിക്കില്ലെന്ന് പറഞ്ഞില്ലേ, പക്ഷേ വിശ്വസ്തരല്ല, പിന്നെയും കോപിച്ചു. ഇനി മദ്യപിക്കില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെയും മദ്യപിച്ചു, പിന്നെയും അവിശ്വസ്തത കാണിച്ചു. അവിശ്വസ്തത. ജീവിതത്തിൽ മാലിന്യം സംഭവിക്കില്ലെന്ന് തീരുമാനിച്ചു, പറഞ്ഞു, പക്ഷെ പിന്നെയും മാലിന്യം സംഭവിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വചനമുള്ളിടത്ത് നിങ്ങൾ നിരന്തരം വന്നാൽ, നിങ്ങൾ മടുത്തു പോകാതെ നിരാശപ്പെടാതെ പരിശുദ്ധാത്മാവിൻ്റെ വചനം ഇറങ്ങുന്നിടത്ത് നിങ്ങൾ വന്നാൽ, വചനം ക്രിസ്തുവാകുന്നു, വചനം ദൈവമാകുന്നു, വചനം ആദ്യം മുതലുള്ളതായി ദൈവിക ജ്ഞാനമാകുന്നു, ദൈവിക വചനമാകുന്നു. ആ വചനമുള്ളിടത്ത് നിങ്ങൾ വന്നാൽ നിങ്ങളിൽ നിന്നപ്പോൾ അനേകം ദുരാത്മാക്കളെ കർത്താവ് ആട്ടി പുറത്താക്കും. യേശുവിൻ്റെ നാമത്തിൽ ദുരാത്മാക്കളെ കർത്താവ് മാറ്റിത്തരും. നിങ്ങൾ വിശ്വാസത്തോടെ ഇരിക്കണമെന്നേ ഉള്ളൂ. വിശ്വാസത്തോടെ ഇരിക്കണം. എൻ്റെ കർത്താവേ, എൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ളതായ ചീത്ത വിചാരങ്ങൾ വരുന്നുണ്ട്, മലിന വികാരങ്ങൾ വരുന്നുണ്ട്, മ്ലേച്ഛമായ ആഗ്രഹങ്ങൾ വരുന്നുണ്ട്, അശുദ്ധമായ മോഹങ്ങൾ വരുന്നുണ്ട്. കരുണയുള്ള കർത്താവേ, നീ എന്നോട് മനസ്സിലെയ്യണം. എൻ്റെ പാപങ്ങളെല്ലാം എന്നിൽ നിന്ന് മാറ്റി എന്നെ നീ വിശുദ്ധനാക്കി തീർക്കണം. ഇത് വെറുതെ വാക്കാൽ പറഞ്ഞാൽ പോരാ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാമാണ് തെറ്റുകൾ വരുന്നത് നിങ്ങൾ ഓരോന്നോരോന്നായി കണ്ടുപിടിക്കണം. കർത്താവ്, ഇനിമേൽ ഞാൻ വിശ്വസ്തനായിക്കൊള്ളാം, വാക്ക് പറഞ്ഞാൽ വാക്ക് മാറാത്തവനായി വിശ്വസ്തനായി നിന്നുകൊള്ളാമെന്ന് ദൈവത്തോട് നിങ്ങൾ വാക്ക് പറഞ്ഞ് നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. വിശ്വസ്തത. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാൽ ഞാൻ ജീവകരുടെ നിനക്ക് തരും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. സ്തോത്രം. മരണപര്യന്തം, മരണത്തോളം വിശ്വസ്തനായിരിക്കുക. മരിക്കേണ്ടി വന്നാലും വിശ്വസ്തനായിരിക്കുക. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇന്നിപ്പോൾ നിങ്ങളുടെ അരികിൽ യേശുക്രിസ്തു നിൽക്കുകയാണ്. നിങ്ങളിത് ചെവിക്കൊള്ളുന്ന കർത്താവ് കാണുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുന്നത് കർത്താവ് കാണുന്നുണ്ട്. നിങ്ങൾ നേരെ കർത്താവ് നോക്കുകയാണ്. നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് കർത്താവ് അറിയുകയാണ്. നിങ്ങളിപ്പോൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുമോ? കർത്താവേ, എനിക്ക് ഒരു പുതിയ അനുഭവം ഇന്ന് തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഇന്ന് ഞാൻ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, എന്നുള്ള മാലിന്യങ്ങളെല്ലാം നീ മാറ്റി തരണമേ നിങ്ങൾ പ്രാർത്ഥിക്കുമോ? എല്ലാ മാലിന്യങ്ങളും എല്ലാ അവിശ്വസ്തതയിൽ നിന്ന് മാറ്റി നല്ലതും വിശ്വസ്തനുമായ ദാസനെ അന്ത്യനാളിൽ വിളിയാക്കാൻ തക്കവണ്ണം എന്നെ നീ യോഗ്യനാക്കി തീർക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഇന്ന് നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൈമാറുമോ? യേശു ഇതാ കരനീട്ടി നിൽക്കുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് യേശുവിനെ സ്വീകരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ യേശുവിനെ നിങ്ങൾ കൈക്കൊണ്ടുകൊണ്ട് യേശുവിനോട് നിങ്ങൾക്ക് സൗഭാഗ്യകരമായ ജീവിതം നയിക്കാം. ഇനിയുള്ള നല്ല കാലങ്ങൾ വിശ്വസ്തയുടെ പര്യായങ്ങളായി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ മേൽ തൻ്റെ കർമ്മകാരം കർത്താവ് ആഗ്രഹിക്കുന്നു. വേണമോ നിങ്ങൾക്ക് യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ തന്നെ സമർപ്പിക്കുകയും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഇരുകരം ഉയർത്തിക്കൂടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, മനോഹരമായ സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുക, ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ പ്രിയമക്കളോടുള്ള ഹൃദ്യമായ ഇടപെട്ടതിനായി നന്ദിയോടെ സ്തോത്രം. സ്വർഗ്ഗത്തെ തീയാൽ ഞങ്ങളെ അവിടെ തൊടുകയും ഞങ്ങളെ കത്തുപിടിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വെന്തു പോകുമ്പോൾ കർത്താവ്, വെന്തു പോകാത്തതായ നിലനിൽക്കുന്നതായ സ്വർഗീയതരം സമ്പാദിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രണ്ടാമത്തെ വരവിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലനിൽപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. തിരുനാമം ഞങ്ങൾ കൂടി ഈ ഭൂമിയിൽ മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ തന്നെ. ആമീൻ.